എല്ലാവർക്കും മമ്മൂസ് ചെവിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറേ നാളായി ഞാൻ നിങ്ങൾക്ക് മുമ്പിലൊരു വിഭവമായിട്ട് എത്തിയിട്ട്, പ്രത്യേകിച്ച് മധുരപലഹാരം. ഇന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തുന്നത് ഒരു നല്ല അടിപൊളി മധുരപലഹാരമായിട്ടാണ്. ഇതെന്താണെന്ന് തോന്നുന്നത് നിങ്ങൾക്ക്? പായസമാണെന്ന് തോന്നുന്നുണ്ടോ? അപ്പം പായസമല്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ശർക്കര ഒഴുക്കി വയ്ക്കുന്നുണ്ട് നല്ലപോലെ. പിന്നെ ഒരു പാത്രത്തിൽ നെയ്യും തടവി വയ്ക്കുന്നുണ്ട്. അത് പിന്നെ തിരക്ക് പിടിച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ നമ്മൾ കുക്കിങ്ങിൻ്റെ ഇടയിൽ അത് ചിലപ്പോൾ മറന്നു പോയാലോ, അതുകൊണ്ട് ഒരു പാത്രത്തിൽ നെയ്യ് തടവി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വിഭവമാണ്. ആരോഗ്യത്തിന് അത്യുത്തമമായിട്ടുള്ള സാധനങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിരുന്നത്. രണ്ട് പാത്രം ചെറുപയർ നല്ലപോലെ വേവിച്ചെടുത്തത്, ഉപ്പൊന്നും ഇട്ടിട്ടില്ല, ഉപ്പൊന്നും ഇല്ലാതെ നല്ലപോലെ വേവിച്ചെടുത്തത്. ഒരു നേന്ത്രപ്പഴം പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 ചെറിയ നേന്ത്രപ്പഴമാണ്. അത് നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കുക. അത് അത്ര മസ്റ്റൊന്നല്ല, പക്ഷേ ഞാൻ ടേസ്റ്റിന് വേണ്ടിയിട്ടതാണ്. പിന്നെ കുറച്ച് ചാമപ്പൊടി, പിന്നെ ഒരു പാത്രം നാളികേരം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഒരു അടി കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അടുപ്പത്ത് വയ്ക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇത്തിരി നെയ്യ് ഒഴിക്കുക, 2-3 സ്പൂൺ നെയ്യ് ഒഴിക്കുക. എന്നിട്ട് നെയ്യ് ചൂടായി വരുമ്പോൾ അതിൽ ഈ അണ്ടിപ്പരിപ്പും നാളികേരക്കൊത്തൊക്കെ വറുത്തെടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ചാമയുടെയൊക്കെ ഗുണം വളരെ നല്ല ഗുണമുള്ള സാധനമാണ്. പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് ചാമക്കഞ്ഞി, ചാമപ്പുട്ടും ഒക്കെ. ഇപ്പോൾ പിന്നെ ആരോഗ്യ സംരക്ഷണം എന്നുമായിട്ട് പലരും വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കും വലിയവർക്കും ആർക്കും ആണെങ്കിലും ഇഷ്ടപ്പെടും, എല്ലാവർക്കും കഴിക്കാനും പറ്റിയൊരു പലഹാരമാണ്. അപ്പോൾ അത് അണ്ടിപ്പരിപ്പ് വറുത്ത് കോരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നാളികേരവും വറുത്ത് കോരുന്നുണ്ട്. പിന്നെ ചെറുപയറിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ചാമയുടെയും ഗുണങ്ങൾ ഞാൻ ഒരു കാസറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും അതൊന്നും പറയുന്നില്ല. പ്രമേഹ രോഗികൾക്കൊക്കെ കഴിക്കാൻ അത്യുത്തമമാണ് ചാമ. പിന്നെ ചെറുപയർ നമുക്ക് വല്ല അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തിൻ്റെ ഊർജ്ജം വീണ്ടെടുക്കാൻ വളരെ നല്ലൊരു സാധനമാണ് ചെറുപയർ സൂപ്പ്. കുട്ടികൾക്കൊക്കെ വളരെ വേണ്ടയ്ക്കുന്ന സാധനമാണ് ചെറുപയർ. അണ്ടിപ്പരിപ്പും നാളികേരക്കൊത്തും വറുത്തെടുത്ത് വെച്ച് വേണമെന്നുള്ളവർക്ക് ഉണക്കമുന്തിരി കൂടി വറുത്തെടുക്കാം കേട്ടോ. അതിലേക്ക് ഞാൻ പഴം അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇട്ട് ഞാൻ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. പഴം നല്ലപോലെ എന്തുടയണ വരെ. നല്ല പഴുത്ത പഴമാണത്. പിന്നെ നേന്ത്രപ്പഴത്തിൻ്റെ ഗുണം പറയേണ്ട ആവശ്യമില്ലല്ലോ. നേന്ത്രപ്പഴം മലയാളികളുടെ നിത്യഭക്ഷണത്തിൽ പെട്ട സാധനമാണല്ലോ അല്ലേ. അപ്പോൾ അതിൻ്റെ ഗുണഗണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത് നല്ലപോലെ ഉടഞ്ഞു വരുമ്പോൾ ഞാനതിലേക്ക് ചെറുപയർ ചേർക്കുകയാണ്. വേവിച്ച് വെച്ചാണ് ചെറുപയർ. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കുക. അത് നല്ലപോലെ മിക്സായി വരുമ്പോൾ അതിലേക്ക് നാളികേരം ചേർക്കുകയാണ്. അതായത് സ്പെഷ്യലായിട്ട് ഒരു കാര്യങ്ങളും ഇല്ല. ഒക്കെ നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അല്ലാതെ കൂടുതൽ സാധനങ്ങളൊന്നും സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. നാളികേരം എല്ലാം കൂടി മിക്സായിട്ട് വരുന്നതിൻ്റെ ഇടയിൽ ഞാൻ എടുത്ത് വെച്ചേക്കണ പൊടി, ചാമപ്പൊടിയിൽ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതേപോലെ ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട്. കെട്ടാതെ കലക്കിയെടുക്കുന്നുണ്ട്. ചാമ അരി കൊണ്ടുള്ള പല വിഭവങ്ങളും ഞാൻ ഇതിനു മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കാണുമെന്ന് വിചാരിക്കുന്നു. ചിലർ കണ്ടിട്ടുണ്ടാവും, കാണാത്തവരുണ്ടെങ്കിൽ കാണണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാ ഞാനിതിലേക്ക് ഇനി ഉരുക്കി വെച്ചേക്കണ ശർക്കര, ആവശ്യത്തിന് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. ശർക്കരപ്പാനി, ശർക്കരപ്പാവ് എന്താണെന്ന് നിങ്ങൾ പറയുന്നത് എനിക്കറിയില്ല. ഇതിന് പകരം പഞ്ചസാര ഉപയോഗിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ശർക്കരയാണല്ലോ ആരോഗ്യത്തിനൊന്നും കൂടി നല്ലത്. അപ്പോൾ പഞ്ചസാരയാണെങ്കിൽ ഒന്നും കൂടി മുറുക്കം കിട്ടും ഇതുണ്ടാക്കണ വിഭവത്തിന്. അപ്പോൾ ശർക്കരയൊക്കെ നല്ലപോലെ മിക്സായി. ഇത് ഇങ്ങനെ സൈഡിൽ നിന്ന് വിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക്
കലക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചാമപ്പൊടി കലക്കി വെച്ചേക്കുന്നത് എടുത്ത് ചേർക്കുകയാണ്. എന്നിട്ട് വീണ്ടും അടിയിൽ പിടിക്കാതെ വിധത്തിൽ കട്ട പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിനിടയിൽ വേണമെങ്കിൽ കുറച്ചും കൂടി നെയ്യ് ഒഴിക്കാം. മധുരം പോരാന്നുള്ളവർക്ക് കുറച്ചും കൂടി മധുരവും ചേർക്കാം. മധുരം നോക്കിയിട്ട് പോരാന്നുള്ളവർക്ക് മധുരം ചേർക്കാം. അതൊക്കെ ഈ അവസാന സമയത്ത് ചെയ്യാവുന്നതാണ്. അതിപ്പോൾ അങ്ങനെ തീ വളരെ കുറച്ചെടുക്കണം. പിന്നെ വശത്തുനിന്ന് വിട്ട് വരുമ്പോൾ കുറച്ചും കൂടി നെയ്യ് ഇട്ടേക്കാണ് ഞാൻ. 1-2 സ്പൂൺ നെയ്യ് അത്രയ്ക്ക് മതി, കൂടുതൽ നെയ്യൊന്നും വേണ്ട. കയ്യ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുക ചെറുതീയിൽ. അപ്പോൾ അതിങ്ങനെ വിട്ട് വരുന്ന പരുവാകുമ്പോൾ കൂടാനുള്ള സാധനങ്ങളൊക്കെ ഇടുക. ഞാൻ ചേർത്തേക്കണത് ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയാണ്. എന്താ വെച്ചാൽ ശർക്കരയുടെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ ചുക്കും ഏലക്കാപ്പൊടിയാണല്ലോ. ഫ്രൈ ചെയ്ത് വെച്ചാണ് സാധനങ്ങൾ ഞാൻ എന്താ നെയ്മയം പരത്തിയ പാത്രത്തിലേക്ക് പകുതി എടുത്തിട്ടു. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വരട്ടിക്കൊണ്ടിരുന്ന ചെറുപയർ മിക്സ് ഇതിലേക്ക് പാത്രം മാറ്റുകയാണ്. ഞാൻ പറഞ്ഞുള്ളത് പഞ്ചസാര ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നല്ല കട്ടിയിൽ ഇങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റും. ഇത് ഹൽവ പോലെയാണ്. നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ അത് ഞാൻ പാത്രത്തിൽ മാറ്റി അതിന് ശേഷം ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും കൂടിയും അതിൻ്റെ മുകളിൽ അലങ്കരിച്ചു. ഇത് ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം, ആർക്കും കഴിക്കാം. നല്ലൊരു രുചികരമായ, വളരെ രുചികരമായ ഒരു സാധനമാണ്. സാധാരണ മധുരം കഴിക്കാത്ത ചേട്ടൻ പറയുന്നത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം എന്നെ അറിയിക്കണം. വീട്ടിൽ വിരുന്ന് വരുന്നവർക്ക് കൊടുക്കാനും കുട്ടികൾക്ക് കൊടുക്കാനും എല്ലാറ്റിനും പറ്റിയ നല്ലൊരു പലഹാരമാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുക. ഇതുപോലെയുള്ള ചെറിയ പരീക്ഷണങ്ങളും നാടൻ വിഭവങ്ങളും അല്ലാത്ത വിഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തും. അപ്പോൾ അത് തണുത്ത് തുടങ്ങി. അപ്പോൾ അങ്ങനെ കഷ്ണമാക്കി മുറിച്ചെടുക്കാൻ നമുക്ക് നല്ല രീതിയിൽ മുറിച്ചെടുക്കാൻ പറ്റും. കഷ്ണമായിട്ട് മുറിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ നന്നായിട്ടുണ്ട്, വളരെ ടേസ്റ്റായിട്ടുണ്ട്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കറുത്ത ഹൽവയാന്ന് തോന്നുന്നു അല്ലേ? ഗുണമുള്ള ഹലുവയാണിത്, വളരെ ഗുണമുള്ള ഹലുവ. മൈദയൊന്നും കൊണ്ട് ഉണ്ടാക്കുന്നതൊന്നുമല്ല, നമുക്ക് ഗുണമുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഹലുവയാണ്. അപ്പോൾ കഥയോ കവിതയോ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയോടുകൂടി സസ്നേഹം ഇവിടെ പറയുന്നു. നിങ്ങളുടെ അമ്മു PM കോൺവെന്റ്.